എല്ലാ ബന്ധങ്ങളെക്കാളും വലുതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും നമുക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്നു. പക്ഷേ ഒരു സൗഹൃദ ബന്ധം നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ എല്ലാ സുഹൃത്തുക്കളും നിങ്ങളുടെ ഉത്തമ സുഹൃത്തായിരിക്കില്ല. നിരവധി സുഹൃത്ത് വലയങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും ചങ്ക് പറിച്ചു തന്ന് കൂടെ നിൽക്കുന്ന ചുരുക്കം ചിലരെ നിങ്ങൾക്കുണ്ടാകൂ. നിങ്ങളുടെ പ്രതിസന്ധികളിൽ സഹായത്തിനായി ഉണ്ടാകുന്ന ചിലർ മാത്രമേ കാണൂ. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു യഥാർത്ഥ സുഹൃത്ത് എന്നത് ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സ്വത്താണ്. സുഹൃത്തുക്കളില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം പാഴ് ജീവിതമാണ്. ജീവിതത്തിൽ എല്ലാവർക്കും സുഹൃത്തുക്കളെ വേണം. എന്നാൽ ഒരു ശരിയായ സുഹൃത്ത് ആരാണെന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ചാണക്യൻ പറയുന്നതനുസരിച്ച് സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയെക്കുറിച്ച് അല്പം അറിയുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. ശരിയായ സുഹൃത്തിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചാണക്യൻ പറയുന്നുണ്ട്. മഹാനായ രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധനായിരുന്നു ചാണക്യൻ. ജീവിതം വിജയകരവും ശ്രേഷ്ഠവുമാക്കാൻ അദ്ദേഹം നിരവധി നയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗുണങ്ങൾ ചാണക്യനീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിങ്ങളോടൊപ്പമുള്ളവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് ചാണക്യൻ പറയുന്നു. ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ്, ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കുന്നവർ. ആവശ്യമുള്ളപ്പോൾ ഉപകാരപ്പെടുന്നവരാണ് ഒരു ഉത്തമ സുഹൃത്തെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ മോശം സമയത്തും ഒരു ഉത്തമ സുഹൃത്ത് നിങ്ങളെ പിന്തുണയ്ക്കണം. എന്നാൽ മിത്രമായി മാറിയ ശത്രുവിനോട് നിങ്ങൾ അബദ്ധവശാൽ പോലും സഹായം തേടരുതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തിവെക്കും. രണ്ടാമതായി, അപകടമുണ്ടായാൽ സഹായിക്കുന്നവർ. അപകടമുണ്ടായാൽ സഹായകമാകുന്ന സുഹൃത്താണ് ഏറ്റവും നല്ല സുഹൃത്തെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത്തരം സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അടുത്തത്, നിങ്ങളുടെ ക്ഷാമകാലത്ത് കൂടെ നിൽക്കുന്നവർ. വീട്ടിൽ ക്ഷാമമോ ഭക്ഷണത്തിന് ക്ഷാമമോ ഉണ്ടായാൽ നിങ്ങളെ സഹായിക്കുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് ചാണക്യനീതിയിൽ എഴുതിയിരിക്കുന്നു. ക്ഷാമകാലത്ത് സഹായിക്കുന്നവരാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. പട്ടിണിക്കാലത്ത് നമുക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളാണ് ഉത്തമ സുഹൃത്തെന്ന് ചാണക്യൻ പറയുന്നുണ്ട്. പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്നവർ. ജീവിതത്തിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ അഥവാ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്നവരാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. കഷ്ടതയിൽ ഒരാളെ പിന്തുണയ്ക്കുന്നവനാണ് ഒരു യഥാർത്ഥ സുഹൃത്തായി ചാണക്യൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് രോഗാവസ്ഥയിൽ കൂടെ നിൽക്കുന്നവരും. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഗുരുതരമായ രോഗമുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളെ സഹായിക്കുന്ന ആളുകളെ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളായി കണക്കാക്കണമെന്ന് ചാണക്യൻ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ജോലികളിൽ സഹായിക്കുന്നവരും. എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലിയിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് നിങ്ങളുടെ ഒരു യഥാർത്ഥ സുഹൃത്ത്. മരണശേഷം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ സഹകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്തെന്ന് ചാണക്യൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ചില സ്വഭാവമുള്ളവരുമായി ചങ്ങാത്തം കൂടരുതെന്നും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എപ്പോഴും തുല്യരുമായി സൗഹൃദത്തിലായിരിക്കണമെന്നും അല്ലാത്ത പക്ഷം അത്തരം ബന്ധങ്ങൾ പിന്നീട് തകരുമെന്നും ചാണക്യനീതിയിൽ പറയുന്നുണ്ട്. ധനികരുമായി ചങ്ങാത്തം കൂടുന്നവർക്ക് പിന്നിൽ തീർച്ചയായും എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമുണ്ടാകും. സുഹൃത്തിന്റെ പണം മുതലെടുക്കാൻ അവർ ശ്രമിച്ചേക്കാം. അത്തരം വ്യക്തികളോട് നിങ്ങൾ ജാഗ്രത പാലിക്കണം. ചാണക്യ നയം അനുസരിച്ച് ഒരാൾ ഒരിക്കലും വിപരീത സ്വഭാവമുള്ള ഒരാളുമായി സൗഹൃദം സ്ഥാപിക്കരുത്. കാരണം പാമ്പിനും ആടിനും കടുവയ്ക്കും ഒരിക്കലും പരസ്പരം ചങ്ങാത്തം കൂടാൻ കഴിയില്ല. ഒരു സുഹൃത്തിനെ ഒരിക്കലും അന്ധമായി വിശ്വസിച്ച് സ്വകാര്യ രഹസ്യങ്ങൾ പങ്കുവെക്കരുതെന്നും ചാണക്യൻ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നതിനുള്ള കാരണം, ബന്ധം വഷളാകുമ്പോൾ അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ പരസ്യപ്പെടുത്തിയേക്കാം. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളെ പുകഴ്ത്തുന്ന ആളുകളോട് ജാഗ്രത പാലിക്കണമെന്നും ചാണക്യൻ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? നിങ്ങളുടെ മോശം സമയങ്ങളിൽ നിസ്വാർത്ഥമായി നിങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയെ നിങ്ങളുടെ സുഹൃത്താക്കുന്നതിന് മുമ്പ് അവരെ ശരിയായി പരിശോധിക്കുക. അവൻ നിങ്ങളുടെ ചങ്ങാത്തം കൂടുന്നത് അവന്റെ സ്വാർത്ഥത നിറവേറ്റാൻ വേണ്ടിയാണോ എന്ന് നോക്കുക. നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ സുഹൃത്ത് പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അത് നല്ലൊരു സുഹൃത്തല്ല എന്നും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തല്ല എന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവുക.